Good morning, students. In the last class we had discussed about Gauss's law, proof of Gauss's law, then differential form of Gauss's law, and some problems associated with electrostatics. Okay. So today we are going to discuss about applications of Gauss's law. Gauss's law application to find out electric field due to a charge distribution. This charge distribution can be a discrete charge or a number of discrete charges or a linear charge distribution or surface or volume charge distribution. ഒന്നുകിൽ അതൊരു ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ചാർജ് ആകാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള 2-3 ചാർജുകൾ ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം ആകാം, അതുമല്ലെങ്കിൽ ഒരു വയർ. ഓക്കെ, സോ എ ലീനിയർ വയർ ചാർജ് ചെയ്തിട്ടുള്ള ഒരു വയർ കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിക്കാനാകാം, അതല്ലെങ്കിൽ വി ഹാവ് എ മെറ്റൽ ഷീറ്റ്, എ ചാർജ് മെറ്റൽ ഷീറ്റ്, അത് കാരണമുള്ള ഒരു ഫീൽഡ് കണ്ടെത്തുക, അതല്ലെങ്കിൽ ഒരു വോളിയം ചാർജ്, ഒരു സ്ഫിറിക്കൽ ഷെല്ലുണ്ട്, ഒരു ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ഷെല്ലുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഫിയർ ഉണ്ട്, അതല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഉണ്ട്, ഇത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാം. ഓക്കെ, ഇങ്ങനെ ഏത് തരത്തിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണവുമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഗോസസ് ലോയുടെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ കണ്ടെത്താനായിട്ട് നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ 1-2 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, സോ ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി, ദെൻ വി ആർ കൺസിഡറിംഗ് പി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ. ഓക്കെ, നമുക്ക് നമ്മുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഏത് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ആണോ കാണേണ്ടത് ആ ഇലക്ട്രിക് ഫീൽഡിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ സ്മോൾ ആർ എന്ന് മാർക്ക് ചെയ്തു, ആൻഡ് ദിസ് സ്മോൾ ആർ ഇസ് എ വേരിയബിൾ. ഓക്കെ, ബിക്കോസ് ദിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ആകാം, അല്ലെ? ഇത്ര ഡിസ്റ്റൻസിൽ, ഇത്ര 1 സെന്റിമീറ്ററിൽ, 10 സെന്റിമീറ്ററിൽ, 1 മീറ്ററിൽ എത്ര വേണമെങ്കിലും ആകാം. സോ വി ആർ ടേക്കിംഗ് സ്മോൾ ആർ ആസ് എ വേരിയബിൾ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്, ഇഫ് യു ഹാവ് എ ചാർജ് ക്യൂ, this charge can be a discrete charge or a linear charge, surface charge, volume charge, ഏതോ ആകട്ടെ. From the charge consider a point P at a distance R. Okay, and R is a variable. Now, including this point, consider a Gaussian surface. ഈ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒരു Gaussian surface consider enclosing our charge. Okay, and namakariam Gaussian surface can be of any shape, but for calculation simple ആക്കുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? We will consider a symmetric Gaussian surface. Okay, അപ്പൊ ഇവിടെ നിന്ന് r ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എടുത്താൽ ഇതേപോലെ r ഡിസ്റ്റൻസിൽ കുറെ പോയിന്റ് ഉണ്ടാകും, and the Gaussian surface will be a sphere. Okay, a sphere having radius r ulla oru Gaussian surface eduthu. Okay, so first consider point P, second one consider the Gaussian surface, third one at P consider a small elemental area ds. മൂന്നാമത്തേത് നമ്മുടെ അപ്പ് സ്ഫിയറിൽ ഒരു പോയിന്റിൽ ഒരു ചെറിയ എലമെന്റൽ ഏരിയ ds കാണാം. Okay, next step is, in this elemental area, draw the direction of electric field and area vector. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഡയറക്ഷൻ വരയ്ക്കാം. Okay, so the fourth point is draw the direction of electric field and area vector. ഓക്കെ, എന്തിനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഡയറക്ഷൻ വരയ്ക്കാൻ പറയുന്നത്? ബിക്കോസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എസ്. നമുക്ക് കാണേണ്ടത് എന്താണ്? ടു ഫൈൻഡ് ഔട്ട് തീറ്റ, ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. വൈ? ബിക്കോസ് Gauss's law, applying Gauss's law, we know that integral E dot ds is equal to q by epsilon 0, closed integral. Okay, now E dot ds is E ds cos theta is equal to q by epsilon 0. So ഇത് സോൾവ് ചെയ്യും. ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? തീറ്റയുടെ വാല്യൂ വേണം. ഓക്കെ, സോ അതിനു വേണ്ടിയാണ് at this elemental area find the angle between E and ds. Then
apply this Gauss's law. അതിനുശേഷം എന്ത് അപ്ലൈ ചെയ്യുക? Gauss's law അപ്ലൈ ചെയ്യുക. Okay, so this is the step for finding out electric field due to charge distribution. ഏത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകട്ടെ അവിടെ നിന്ന് r ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, ഇൻക്ലൂഡിംഗ് ദാറ്റ് പോയിന്റ് കൺസിഡറിംഗ് എ സിമെട്രിക് ഗോഷ്യൻ സർഫസ് ആൻഡ് ഫൈൻഡ് ഔട്ട് എ സ്മോൾ എലമെന്റൽ ഏരിയ ds there and draw the direction of electric field and ds. From that we can calculate theta. Now apply Gauss's law. സോ നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാളും ഈസിയാണ് ഇത് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ് സ്ഫിറിക്കൽ ഷെൽ ഓർ എ ഹോളോ സ്ഫിയർ. ഒരു ചാർജ് ചെയ്തിട്ടുള്ള ഒരു സ്ഫിയർ ഉണ്ട് ആൻഡ് ഇറ്റ് ഇസ് എ സ്ഫിറിക്കൽ ഷെല്ലാണ്. അതായത് എന്താണ്? ഉള്ളിൽ പൊള്ളയാണ് അല്ലെ. ഓർ അല്ലെങ്കിൽ നമുക്ക് അതിനെ വേറെ രീതി എങ്ങനെ, എ ഹോളോ സ്ഫിയർ. ഓക്കെ, സോ you have a charged hollow sphere and you have to find out electric field due to a charged hollow sphere. Okay, so നമുക്ക് നോക്കാം. We have, അപ്പോൾ ഇത്തരം പ്രോബ്ലംസിൽ ആദ്യം വേണ്ടത് പിക്ചർ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, so we have a spherical shell having radius capital R. Okay, now this is a hollow sphere and it is charged hollow sphere ആണ്. ഓക്കെ, ചാർജ്ഡ് ഹോളോ സ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ സ്ഫിയർ ആണ്, ഇത് ചാർജ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അകത്ത് ഹോളോ ആണെങ്കിൽ ഒരു മെറ്റൽ സ്ഫിയറിൽ എവിടെയായിരിക്കും ചാർജ് ഇരിക്കുക? The charge will be uniformly distributed over the surface of the sphere. ഈ സ്ഫിയറിന്റെ പുറത്ത് മാത്രമേ എന്തുണ്ടാകുള്ളൂ? ചാർജ് കാണുള്ളൂ. നമ്മൾ പ്ലസ് ടുവിന് പഠിച്ചതാണ് അല്ലെ. ഒരു ഹോളോ മെറ്റൽ ഷെല്ലിന്റെ അകത്ത് ഒരിക്കലും എന്ത് കാണില്ല? ചാർജ് കാണില്ല. ചാർജ് പുറത്ത് മാത്രമേ കാണൂ. ഓക്കെ, ഇതുപോലുള്ള ഒരു ഹോളോ സ്ഫിറിക്കൽ ഷെല്ലുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് ഹോളോ ഷെൽ. ഈ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇവിടെ 3 പ്രശ്നമാണ് ഉള്ളത്, 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, we are considering the point outside the sphere. The point P is outside the metal sphere. Okay, അതല്ലെങ്കിൽ the point can be at the surface of the sphere or the point can be inside the sphere. Okay, so നമ്മൾ ഈ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ 3 സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഒന്ന് ഔട്ട്സൈഡ് ദ സ്ഫിയർ, at the surface of the sphere and inside the sphere. Okay, അപ്പോൾ ഇവിടെ 3 കേസാണ് ഉള്ളത്. So I am starting from case 1, outside the sphere. We are considering a point outside the metal sphere. Okay, so I am considering a point P and that P ഏത് ഡിസ്റ്റൻസ് ആണ്? At a distance small r from the center of the metal sphere. ഞാൻ പറഞ്ഞു സ്മോൾ r നമ്മൾ എപ്പോഴും വേരിയബിൾ ആയിട്ട് ഏത് ഡിസ്റ്റൻസ് എന്നറിയാനാണ് എടുത്തത്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു, നമ്മൾ കഴിഞ്ഞു. നമ്മുടെ പോയിന്റ് P at a distance small r എടുത്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇൻക്ലൂഡിംഗ് ദിസ് പോയിന്റ് കൺസിഡർ എ ഗോഷ്യൻ സർഫസ്. സോ ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം ഗോഷ്യൻ സർഫസ് ഈസ് ഓഫ് സ്ഫിറിക്കൽ ഷേപ്പ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതെടുത്തു. ഇനി അതിനുശേഷമുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? കൺസിഡർ എ സ്മോൾ എലമെന്റൽ ഏരിയ ds. അവിടെ ഞാൻ ഒരു സ്മോൾ എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്തു. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ഫോർത്ത് സ്റ്റെപ്പ്? ഫൈൻഡ് ഔട്ട് ദ direction of electric field and area vector. Okay, so at this point what will be the direction of electric field? Electric field direction എപ്പോഴും എങ്ങനെയാണ്? ഒരു ചാർജ് ഉണ്ടെങ്കിൽ electric field will be E 1/4πε0 Q/r² എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ റേഡിയൽ ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും അല്ലെ. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഇൻ ദ
outward direction because it is a positive charge and electric field lines will be away from it in the outward direction. So this is the direction of electric field. Okay, now what about area vector? Area vector എപ്പോഴും വരയ്ക്കുന്നത് it will be always perpendicular to the surface. Okay, so ഇങ്ങനെയാണ് ഒരു സ്ഫിയർ ഇരിക്കുന്നത്. ആ സ്ഫിയറിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിന്റെ ഏരിയ വെക്ടർ ഉള്ളത്. ഓക്കെ, സോ the area vector will be also in the same direction. Clear? So for a spherical shell, electric field e direction lana, area vector idina perpendicular direction, so it is ds in e ida adhe direction thanna vannu. Okay, now what is the next step? Find out the angle between E and ds. Here E and ds are parallel to each other, same direction line. So what will be angle? Angle is 0. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് നോക്കാം. ചാർജിൽ നിന്ന് ഒരു പോയിന്റ് പി എടുത്തു. പി അറ്റ് എ ഡിസ്റ്റൻസ് വേരിയബിൾ സ്മോൾ ആർ ആണ്. ഇൻക്ലൂഡിംഗ് ദാറ്റ് പോയിന്റ് വി ഹാവ് കൺസിഡേർഡ് എ ഗോഷ്യൻ സർഫസ് ആൻഡ് ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത ഒരു സ്മോൾ എലമെന്റൽ ഏരിയ ഡി എസ് എടുത്തു ആൻഡ് വി ഹാവ് ഡ്രോ ദ direction of E and area vector and angle between E and ds theta is 0. അപ്പോൾ നമ്മുടെ ഡയഗ്രത്തിൽ നിന്നുള്ളതെല്ലാം കഴിഞ്ഞു. Okay, now from Gauss's law we have integral E dot ds is equal to q by epsilon 0. Okay, that is integral E dot ds is E ds cos theta is equal to q by epsilon 0. Okay, so ഇവിടെ q എന്താണ്? ഇതാണ് ഗോഷ്യൻ സർഫസ്. ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലെ ചാർജിനെയാണ് അല്ലെ, q will be the charge enclosed by the Gaussian surface. Okay, if the spherical shell is having a charge q, spherical shellന്റെ ചാർജിനെ ഞാൻ q എന്ന് എടുത്താൽ ഈ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലാണ് ഈ ഫുൾ ചാർജും ഇരിക്കുന്നത് q. So here it is q by epsilon 0. Okay, now we know that theta is 0, so it will become integral E ds is equal to q by epsilon 0 because cos 0 is 1. Okay, now that is equal to E നമ്മളിങ്ങി പുറത്തെടുത്തു. Integral ds is equal to q by epsilon 0.